അയോധ്യയിലെ രാമജന്മഭൂമിയിൽ ശ്രീരാമക്ഷേത്രം നിർമ്മിക്കുന്നതിന് സുപ്രീം കോടതി അനുമതി നൽകിയ അന്നു മുതൽ ചില പ്രത്യേക ഭാഗങ്ങളിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് അയോധ്യ ക്ഷേത്രം പണിതാൽ നാട്ടിൽ പട്ടിണി മാറുമോ എന്നുള്ളത്. അയോധ്യ ശ്രീരാമക്ഷേത്രം പണിതത് കൊണ്ട് രാജ്യത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത് എന്നുള്ള കൃത്യമായ ഉത്തരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ രാമജന്മഭൂമി തീർത്ഥക്ഷേത്രം. രാജ്യത്തിന്റെ നികുതി വരുമാനത്തിലേക്ക് ഇതുവരെ 400 കോടി രൂപയാണ് അയോധ്യ രാമക്ഷേത്രം സംഭാവന ചെയ്തിരിക്കുന്നത്. നികുതിയുമായി ബന്ധപ്പെട്ട റെക്കോർഡ് തുകയാണിത്. രാമക്ഷേത്ര നിർമ്മാണം അയോധ്യയുടെ മതപരമായ ഭൂപ്രകൃതികളെ മാത്രമല്ല, ഈ പ്രദേശത്തിന്റെ മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ന് രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒന്നായി അയോധ്യ രാമക്ഷേത്രം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 5 വർഷത്തിനിടെ രാമക്ഷേത്ര ട്രസ്റ്റ് ഏകദേശം 400 കോടി രൂപ നികുതിയായി സർക്കാരിലേക്ക് അടച്ചിട്ടുണ്ട്. ഇതിൽ 272 കോടി രൂപ GSTയും 39 കോടി രൂപ റോയൽറ്റിയുമായാണ് അടച്ചിട്ടുള്ളത്. കൂടാതെ 7.4 കോടി രൂപ ലേബർ ഫണ്ടിലേക്കും 4 കോടി രൂപ ഇൻഷുറൻസ് പോളിസികൾക്ക് നികുതിയായി അടച്ചിട്ടുണ്ട്. സംസ്ഥാന കേന്ദ്ര ഖജനാവുകൾക്ക് ഗണ്യമായ സംഭാവനയാണ് ഈ നികുതി വഴി അയോധ്യ രാമക്ഷേത്രം നൽകിയിരിക്കുന്നത്. ഇന്ന് ഉത്തർപ്രദേശിന്റെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭൂപടത്തിൽ ഒരു സുപ്രധാന സ്ഥാനമായി മാറിയിരിക്കുകയാണ് അയോധ്യ രാമക്ഷേത്രം.